ഞാൻ അവസാനമായിട്ട് ചോദിക്കുകയാണ്, എന്നെ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടുത്തിക്കൂടെ? ഹേമയുടെ പ്രയാസം ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. പക്ഷേ ഞാൻ എന്താ ചെയ്യുക? 2 ദിവസം വരാതിരുന്നത് മനഃപൂർവ്വമാണ്. ഇനിയും ചിലപ്പോൾ വന്നില്ല എന്ന് വരും. പോട്ടെ. നാളെ വരണം. പറ്റുമെങ്കിൽ നേരത്തെ വരണം. എന്താ കാര്യം? അനുമോൾക്ക് ചെറിയ പനിയുണ്ട്. സാരമില്ല, പൊയ്ക്കോളൂ, ഞാനുണ്ടല്ലോ. സാരമില്ലെന്നേ, ഞാൻ നോക്കിക്കോളാം. Hello, is it City Hospital? Will a pediatrician be available? My child is very sick. I will bring her immediately. അനുവിന് തീ പോലെ പൊള്ളുന്നു. ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. വേണ്ട, ഞാൻ കൊണ്ടുപോയിക്കോളാം. സുധി ഒറ്റയ്ക്കല്ലേ ഉള്ളൂ, ഒന്ന് നോക്കിക്കോണേ. സുധി, സുധി, മോനെ എനിക്ക് ഈ സിറ്റി ഹോസ്പിറ്റൽ എവിടെ ആയിട്ടാ? എന്താ കാര്യം? കുട്ടിക്ക് സുഖമില്ലാണ്ട് അങ്ങോട്ട് കൊണ്ടുപോയിരിക്കുക. എനിക്കും പോകണം. റെയിൽവേ സ്റ്റേഷന് തൊട്ടടുത്താ. ചോദിക്കുന്നുണ്ട്, വിരോധം തോന്നരുത്. ഹേമ അല്ലാതെ വേറെ ആരുമില്ല ഇവിടെ? അച്ഛൻ, അമ്മ, സഹോദരങ്ങള്? ഈ വീട്ടിലിപ്പോ ഞങ്ങൾ 2 പേര് മാത്രമേ ഉള്ളൂ. അപ്പൊ ഹേമ? അതിന് വല്ലപ്പോഴും വരും, പോകും. ഇന്ന് 9-ാം തീയതിയല്ലേ, ഇന്ന് പോകുന്നാ പറഞ്ഞിരുന്നത്. എങ്കിൽ പിന്നെ ഇതാരുടെ വീടാ? മുതലാളിയൊക്കെ അങ്ങ് ബോംബെയിലാ. മുതലാളിയുടെ മകളുടെ കൂട്ടുകാരിയാ. ആശമോള് ഫോൺ ചെയ്ത് പറയും ഈ കൊച്ചു വരുന്ന വിവരം. വന്നാ പിന്നെ സ്വന്തം വീട് പോലെയാ. ആ ഉടുപ്പും സാരിയും കാറും ഒക്കെ ആശമോടതാ. ഈ ഹേമയുടെ വീടോ? കാസർഗോഡിന്റെ അടുത്തും കണ്ട പാവപ്പെട്ട കുടുംബത്തിലാ. കൂടുതലൊന്നും ചോദിക്കരുതെന്ന് പറഞ്ഞതുകൊണ്ട് ഒന്നും ചോദിക്കാറില്ല. സുധി, എനക്ക് അനുമോക്ക് സുഖമില്ല, വാ നമുക്ക് പോവാം. പൊയ്ക്കോളൂ, ഡാഡിയും കുട്ടി പൊയ്ക്കോളൂ. പറയുന്ന കേക്ക് സുധേ, നല്ല കുട്ടിയല്ലേ? പൊയ്ക്കോ. പൊയ്ക്കോളൂ. വേണ്ട, ഞങ്ങളിവിടെ നിന്നോളാം കുറച്ചു നേരം. സുധയ്ക്ക് കുളിക്കൊക്കെ വേണ്ടേ? പോ. ഹേമയ്ക്ക് കഴിക്കാൻ എന്തെങ്കിലും? വേണ്ട. ഓഫീസിൽ നിന്ന് നാട്ടിൽ നിന്ന് ഞാൻ ആരെങ്കിലും വിളിപ്പിക്കണോ ഒരു സഹായത്തിന്? സുധയുടെ കാര്യം നോക്കാൻ വേണമെങ്കിൽ ആരെങ്കിലും വിളിപ്പിച്ചോളൂ. ഞാൻ നോക്കിക്കോളാം. നമുക്ക് അനുവിനെ എന്റെ ഗസ്റ്റ് ഹൗസിലേക്ക് കൊണ്ടുപോവാം. അതെന്താ അങ്ങനെ? ഹേമയുടെതല്ലാത്ത വീട്ടിലേക്ക് എന്റെ കുട്ടികളെ കൊണ്ടുപോകാന്ന് വെച്ചാൽ എന്നെ കുറിച്ചൊന്നും അന്വേഷിക്കില്ല എന്ന് പറഞ്ഞിട്ട്? അനുവിനെ വേണമെങ്കിൽ കൊണ്ടുപോക്കോളൂ, പക്ഷെ ഞാൻ വരില്ല. ശരി, പോവാം.
വേണ്ട സുധി, അനുവിന്റെ അടുത്ത് കിടക്കണ്ട, അപ്പുറത്ത് പോയി കിടക്ക. ഞാനിന്ന് ഇവിടെ കിടക്കും. ഡോക്ടർ പറഞ്ഞത് കേട്ടില്ലേ, പനി മാറിയിട്ടില്ല, പകരൂന്നൊക്കെ. സാരിയല്ല, ഞാൻ ഇന്ന് ഇവിടെ കിടന്നോളാം. കേക്ക് സുധി. വേണ്ട മമ്മി, സുധിയോടാ പറഞ്ഞത് അപ്പുറത്ത് പോയി കിടക്കാൻ. ഞാനിന്ന് ഇവിടെ കിടക്കും. കേക്കില്ലല്ലേ? എത്ര പ്രാവശ്യം ഞാൻ നിന്നോട് പറയണു ഇവിടെ കിടക്കണ്ട കിടക്കണ്ടെന്ന്. നിനക്ക് എന്താ കുട്ടികളായ നിനക്ക് ഇത്ര വാശി? കേക്കില്ലല്ലേ? എത്ര വട്ടം ഞാൻ പറയുന്നു, എന്നിട്ട് എന്താ നിനക്ക് ഇത്ര അഹങ്കാരം? എല്ലാരും കൂടെ എന്നെ ഭ്രാന്ത് പിടിപ്പിക്കല്ലേ? എനിക്ക് നിന്റെ മുഖം കാണണ്ട. കുട്ടികൾ വളർത്തേണ്ട എങ്ങനെയാ? ഡാഡി ചോദിച്ചോളാം. ഹേമ ഇന്നലെ വരെ ആരായിരുന്നു എന്തായിരുന്നു എന്ന് എനിക്കറിയണ്ട. അറിയേണ്ടതൊന്നേ ഉള്ളൂ. ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ നാടകം ഇതൊരു യാഥാർത്ഥ്യമാക്കിക്കൂടെ? ആ കുട്ടികളുടെ അമ്മയായിക്കൂടെ? എന്റെ ഭാര്യ ആയിക്കൂടെ? ഒരിക്കലും തീരാത്ത സ്നേഹം ഞാൻ വാഗ്ദാനം ചെയ്യുന്നു. നിങ്ങൾ എന്നെ കുറിച്ച് എന്താ കരുതിയിരിക്കുന്നത്? ഈ ലോകത്തിൽ ഞാനിപ്പോ ഏറ്റവും കൂടുതൽ വെറുക്കുന്ന നിങ്ങളാണെന്ന് നിങ്ങൾക്കറിയോ? നിങ്ങൾ എന്താ ഈ കാണിക്കുന്നത്? ആ കുട്ടികളോട്, എന്നോട്, നിങ്ങളുടെ ഭാര്യയോട്. അവരെ തിരികെ വിളിച്ചുകൊണ്ട് വരാൻ എനിക്ക് വാക്ക് തന്നിട്ട് നിങ്ങൾ എന്നെ പറ്റിക്ക. ഞാൻ നിങ്ങളെ വിടില്ല, വിടില്ല. ഇപ്പൊ കൊണ്ടുവരണം അവര്, ഇപ്പൊ തന്നെ കൊണ്ടുതരണം എന്റെ കുഞ്ഞുങ്ങളുടെ അമ്മയെ. കൊണ്ടുവരാൻ, കൊണ്ടുവാ. ആ കുഞ്ഞുങ്ങളുടെ അമ്മയെ തിരികെ വിളിച്ചിട്ട് വരാൻ എനിക്കാവില്ല. ആ അമ്മ ഇന്ന് ജീവനോടെ ഇല്ല. അവരുടെ അച്ഛനും ജീവനോടെ ഇല്ല. ഇന്ന് സുധിയും അനുവും വളർന്നതുപോലെ എന്റെ പിന്നാലെ നിന്ന് മാറാതെ വളർന്നവളാണ് അവൾ. എന്റെ സിന്ധു, എന്റെ കുഞ്ഞുമങ്ങൾ. അച്ഛൻ, അമ്മ, സിന്ധു, പിന്നെ അവളുടെ ഈ കുട്ടേട്ടൻ. എല്ലാം സന്തോഷമായിരുന്നു. ദുഃഖമെന്ന് അറിഞ്ഞിട്ടില്ലാത്തൊരു കാലം. ഒരിക്കൽ ആ ഒരു വാർത്ത വീട്ടിലറിഞ്ഞു. കോളേജിൽ സീനിയറായ താഴ്ന്ന ജാതിയിൽപ്പെട്ട ശശിയുമായി സിന്ധു പ്രണയത്തിലാണെന്ന്. ഞങ്ങളെ കൂട്ടുകാരെ പോലെയാണ് കൊണ്ടുനടന്നതെങ്കിലും പല കാര്യങ്ങളിലും അച്ഛൻ പഴയ ആളായിരുന്നു. ഇല്ല, ഇത് ഞാൻ സമ്മതിക്കില്ല. ഭാസ്കരൻ കോണ്ടാക്ടർ മകൾക്ക് വേണ്ടത് ഈ നാട്ടിൽ ആരും കാണാത്ത തരം ഒരു ചെറുക്കനാണ്. ആർക്കും ബഹുമാനമില്ലാത്ത ഒരുത്തിന്റെ കയ്യിലേക്ക് നിന്നെ പിടിച്ചു കൊടുക്കാൻ എനിക്ക് വയ്യ. കുട്ടനെ പറ്റി ഇന്ന് വരെ ഞാൻ ഒന്നും ചിന്തിച്ചിട്ടില്ല. ഒന്നും. ഊണിലും ഉറക്കിലും ചിന്തിച്ചത് നിന്നെ പറ്റിയാ, നിന്റെ വരുംകാല ജീവിതത്തെ കുറിച്ചാ. ആ നീ ഇങ്ങനെയൊക്കെ ചെയ്താൽ ഞാൻ സഹിക്കില്ല. അറിയാലോ, എന്നെ നിനക്ക് അറിയാലോ. എന്റെ ഇഷ്ടത്തിനെതിരെ നിങ്ങൾക്ക് ആർക്കും ഒരു ഇഷ്ടമില്ലെന്ന് എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുള്ളത് നിങ്ങളൊക്കെ? എന്നിട്ട് എന്താ ഇങ്ങനെ? എല്ലാവരും എന്നെ വെറുതെ പറഞ്ഞു പറ്റിക്കായിരുന്നോ? ഇപ്പൊ എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഇഷ്ടം എന്റെ ശശിയേട്ടനാ. ഇത് നടത്തണം, നടത്തി തന്നേ പറ്റൂ. ഇല്ല, ഒരു കാലത്തും നടക്കില്ല. മര്യാദയ്ക്ക് പറയുന്ന കേട്ട് നടക്കുന്ന നല്ലത്. നിനക്കും ഞങ്ങൾക്കും. അടിച്ചു വളർത്തിയതിന് ശിക്ഷിക്കരുത്, പറഞ്ഞേക്കാം. എന്തിനാ ഇങ്ങനെയൊക്കെയെന്ന് എനിക്ക് മനസ്സിലാകാത്തത്? അമ്മ പറ, ഉള്ളു തുറന്ന് പറ. എന്താ എന്റെ അമ്മയുടെ മനസ്സിലെന്ന് എല്ലാവരും അറിയട്ടെ, പറ. നിന്റെ അച്ഛൻ പറയുന്നതിനെതിരായി ഞാൻ എപ്പോഴെങ്കിലും എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ സിന്ധു? അപ്പൊ അമ്മ അച്ഛന്റെ സെറ്റ് തന്നെയാ? ആയിക്കോ. പക്ഷെ കുട്ടേട്ടനോ? എന്താ കുട്ടേട്ടൻ ഒന്നും പറയാത്തത്? എന്റെ കുട്ടേട്ടൻ എന്നെ പറ്റിക്കായിരുന്നു ഇത്രയും കാലം. കുട്ടേട്ടനെങ്കിലും എനിക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ പറയുമെന്നാ ഞാൻ കരുതിയ. കുട്ടേട്ടന് എന്നെ ഇഷ്ടമില്ലാണ്ടായല്ലേ? നീ എന്തൊക്കെ ചെയ്താലും നിന്നോടുള്ള ഇഷ്ടം എനിക്ക് കുറയില്ല. ഒരു കാലം അത്രയ്ക്കാ ഇഷ്ടം. പക്ഷേ അച്ഛനോടുള്ള ഇഷ്ടത്തിന് മുമ്പിൽ നീ ഒന്നുമല്ല സിന്ധു. ഇത്രയൊക്കെ കേട്ടില്ലേ? ഇനി നീ അനുസരിക്കുന്നില്ലെങ്കിൽ ഒരറപ്പും ഇല്ലാതെ നിന്നെ പിടിച്ചാൻ തെരുവിലെറിയും. എനിക്ക് വേണ്ട നിന്നെ. അച്ഛൻ എന്നെ എന്തിനാ തെരുവിലെറിയുന്നത്? അച്ഛന്റെ മകളാണ് ഞാൻ. അച്ഛന്റെ തന്നെ മനസ്സാണ് എന്റേതും. എന്നെ ഇറക്കിവിടെ ഞാൻ അച്ഛനെ സമ്മതിക്കില്ല. പകരം ഞാൻ ഇറങ്ങാ, തിരികെ വരില്ല. അവൾ പോയി. അന്ന് മുറിക്കകത്ത് കയറി ഇരിപ്പായതാണ് അച്ഛൻ. നാണക്കേട് കൊണ്ടല്ല, വിഷമം കൊണ്ട്. പിന്നെ
സാധാരണ ആ മുറി വിട്ട് ഇറങ്ങാറേ ഇല്ലായിരുന്നു അച്ഛൻ. എന്റെ വിഷമം ഇല്ലാതാക്കാൻ അച്ഛൻ ബിസിനസ്സല്ല എന്നെ ഏൽപ്പിച്ചു. അങ്ങോട്ടൊന്നും അച്ഛൻ പിന്നെ വന്നതേയില്ല. കുറെ കാലം അവളെപ്പറ്റി ആരും ഒന്നും സംസാരിച്ചില്ല, ഒന്നും അന്വേഷിച്ചില്ല. ഒരിക്കൽ അച്ഛനെന്തോ അസുഖമാണെന്നറിഞ്ഞ് ഞാൻ ഓടിച്ചെന്നു. ഒരു ചെറിയ നെഞ്ചുവേദന. ഉറങ്ങാൻ പറഞ്ഞിട്ട് ഡോക്ടർമാർ ഒഴിഞ്ഞെങ്കിലും അച്ഛൻ ഉറങ്ങിയില്ല. അമ്മ ഉറങ്ങിയെന്ന് ബോധ്യമായപ്പോൾ അച്ഛൻ രഹസ്യമായി എന്നെ വിളിപ്പിച്ചു. കുട്ട, അന്ന് അവളെ ഇറങ്ങിപ്പോയപ്പോ ഞാൻ വിചാരിച്ചു നീ അവളെ എന്നെ അനുവദിക്കില്ലെന്ന്. അവൾക്ക് വേണ്ടി എന്നോട് വഴക്കിടുമെന്നും ദേഷ്യപ്പെട്ട് എന്നോട് സംസാരിക്കുമെന്ന് ഞാൻ കരുതി. മനസ്സുകൊണ്ട് ഞാൻ അങ്ങനെ കൊതിച്ചു പോയി കുട്ട. അച്ഛാ, അച്ഛനെതിരെ ഇപ്പൊ എന്നെ ഇങ്ങനെ ശിക്ഷിക്കുന്നത്? അച്ഛനറിയാലോ അച്ഛനെതിരെ എനിക്കിങ്ങനെ ചെയ്യാനാവില്ലെന്ന്. മറുനേര്, നിന്നെ സങ്കടപ്പെടുത്താനല്ല, എന്റെ സങ്കടം തീർക്കാനാ. എന്നാലും അവൾ എന്നെ മറന്നു കളഞ്ഞല്ലോ. അച്ഛന് കാണണം അവളെ? ഇനി കണ്ടാലും ഇത്രയും കാലം കാണാതിരുന്നതിന്റെ ദുഃഖം തീരുവോ? ഒടുവിലോട് പറഞ്ഞ വാക്ക് നീ കേട്ടില്ലേ, തിരിച്ചു വരില്ല എന്ന്. അവള് വരും. ഒരുപക്ഷെ നീ വിളിച്ചാ വന്നേക്കും. ഞാൻ മാത്രമല്ല, അച്ഛൻ വിളിച്ചാലും അമ്മ വിളിച്ചാലും അവൾ വരും. ആരെങ്കിലും ഒന്ന് വിളിക്കാനായി ഇക്കാലം അത്രയും അവൾ കാത്തിരുന്നിട്ടുണ്ടാവും. എങ്കിലും അവളോടൊന്ന് വരാൻ പറ. ഒരു വടിയെടുത്ത് 2 തല്ല് കൊടുക്കാം. എന്നിട്ട് അവളെ കരയുമ്പോ നമുക്ക് എല്ലാവർക്കും കൂടെ കളിയാക്കി ചിരിക്കാം, പഴയ പോലെ. അവള് വരും. ഞാൻ അന്വേഷിച്ച് കണ്ടുപിടിക്കാം. അപ്പോ അവൾ എവിടെയാണെന്ന് നിനക്കറിയില്ലേ? ഞാൻ അന്വേഷിച്ചില്ല. ഈ അച്ഛൻ എന്റെ 2 മക്കളെയും അവളുടെ അമ്മയെ ഒരുപാട് വേദനിപ്പിച്ചല്ലേ? ഇല്ല അച്ഛനോട്. പിന്നെ അന്വേഷണത്തിന്റെ ദിനങ്ങളായിരുന്നു. ശശിയും സിന്ധുവും ആരോരും അറിയാതെ, ആരോടും പറയാതെ കൽക്കട്ടയിലെ തിരക്കിൽ എവിടെയോ ഒളിച്ചിരിക്കുകയായിരുന്നു. എങ്കിലും അവരുടെ ഫോൺ നമ്പർ ഞാൻ കണ്ടെത്തി. ഹലോ ഹലോ. കുട്ടേട്ടാ, എങ്ങനെ മനസ്സിലായി? എന്താ കുട്ടേട്ടനെ ഞാൻ മറന്നെന്ന് വിചാരിച്ചോ? ആ സ്വരം ഞാൻ മറന്നെന്ന് വിചാരിച്ചോ? എങ്ങനെയുണ്ട് സിന്ധു? സുഖം. ശശിക്കോ? സുഖം. അവിടെ എല്ലാവർക്കും സുഖം. അച്ഛൻ നിന്നെ തിരക്കി. അച്ഛന് എന്തോ വല്ലായ്മയുണ്ട്. നിന്നെ കാണുന്നുണ്ട് അച്ഛന്. എന്താ നീയൊന്നും മിണ്ടാത്തെ? ഞാൻ വരിക കുട്ടേട്ടാ. ഈ ഒരു വിളിക്ക് വേണ്ടി ഞാൻ കാത്തിരിക്കായിരുന്നു. ഞാൻ വരിക. എങ്കിൽ വേഗാട്ടെ. കുട്ടേട്ടാ, ഏ? നമ്മൾ വളർന്നതുപോലെ ഇവിടെ ഇപ്പൊ 2 പേരുണ്ട്. എന്റെ സുധിയും എന്റെ അനുവും. സുധിക്ക് 1.5 വയസ്സ്, അനുവിന് 2 മാസം. ഒന്ന് വേഗം വാ സിന്ധു. അവള് വരുന്നു അറിഞ്ഞപ്പോ അച്ഛന്റെ മുഖത്തൊരു1000 ഓർമ്മകൾ ഉദിച്ചു. പിന്നെ അച്ഛൻ ചിരിച്ചു. ഒരുപാട് കാലങ്ങൾക്ക് ശേഷം അച്ഛൻ ആ മുറി വിട്ട് പുറത്തിറങ്ങി. സരസ്വതിയേ, അറിഞ്ഞോ? എന്താ? നിന്റെ മോഹം കണ്ട അറിയാലോ നീ അറിഞ്ഞു എന്ന്. ഇല്ല, ഞാൻ വിശേഷിച്ചൊന്നും അറിഞ്ഞില്ലല്ലോ. പിന്നെന്താ നിന്റെ മുഖത്ത് ഇത്ര സന്തോഷം? അത് പതിവില്ലാതെ നിങ്ങൾ മുറിക്ക് പുറത്തു വരുന്നത് കണ്ടപ്പോ. അത്രേ ഉള്ളൂ. എന്നാ കുട്ടാ, ദേ അതും കൂടെ അറിയുമ്പോ എന്തായിരിക്കും ഇവിടെ സന്തോഷം? ഏത്? ഒന്ന് പറ. എടിയേ, അവള് വരുന്നു, നമ്മുടെ മോള് സിന്ധു. അവള് മാത്രമല്ല, നിനക്ക് പാവക്കുഞ്ഞുങ്ങളെ പോലെ മടിയിലിട്ട് കളിക്കാൻ 2 പേരക്കുട്ടികളും. അച്ഛന്റെ ആ ചിരി ഇന്നും എന്റെ കാതിൽ മുഴങ്ങുന്നുണ്ട്. പൊട്ടിച്ചിരിക്കുന്ന ആ മുഖം ഓർമ്മകളിൽ മാത്രമാക്കി തന്നിട്ട് പിറ്റേന്ന് രാത്രി ഒരു മാസീവ് ഹാർട്ട് അറ്റാക്കിൽ അച്ഛൻ മരിച്ചു. അച്ഛന്റെ ശരീരവും വെച്ച് ഞങ്ങൾ കാത്തിരുന്നു. സിന്ധുവിനെ, ശശിയെ, ആ കുഞ്ഞുങ്ങളെ. അവർ വന്നില്ല. പലവട്ടം ശ്രമിച്ചിട്ടും കൽക്കട്ടയിലെ ഫോൺ വല്ലടിച്ചതല്ലാതെ ആരും എടുത്തില്ല. സന്ധ്യ വരെ കാത്തിരുന്ന് അച്ഛനെ ദഹിപ്പിച്ചു.
ആ ചിതയ്ക്കരികിൽ നിൽക്കുമ്പോൾ ജീവിതത്തിൽ ആദ്യമായി എനിക്ക് എൻ്റെ സിന്ധുവിനോട് വെറുപ്പ് തോന്നി. എങ്കിലും അവൾക്ക് മാപ്പ് കൊടുക്കണമെന്ന് ഞാൻ അച്ഛനോട് പ്രാർത്ഥിച്ചു.